നമസ്കാരം. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കൊപ്പം പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശനിയാഴ്ച പൊതുപരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ബിജെപിക്കുള്ളിൽ വിവാദം പുകയുന്നു. പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളും യുവജന സംഘടനകളും രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് തടയുമെന്നതടക്കമുള്ള പ്രഖ്യാപനവുമായി രംഗത്തുള്ളപ്പോഴാണ് എംഎൽഎക്കൊപ്പം റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബിജെപി നേതാവായ ചെയർപേഴ്സൺ പങ്കെടുത്തത്. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് ബിജെപി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു ബിജെപിയുടെ നിലപാട്. യുവതികളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പിന്നീട് KSRTC ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും എംഎൽഎ പങ്കെടുത്തു. എന്നാൽ എംഎൽഎ തടയുമെന്ന നിലപാടിലായിരുന്നു ബിജെപിയും CPM-ഉം. സംഭവം വാർത്തയാവുകയും സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയും ചെയ്തതോടെ പാർട്ടി നിലപാടിനോട് യോജിക്കാത്ത നടപടിയാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. നിലപാട് വിശദീകരിക്കാൻ BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഇന്ന് രാവിലെ ജില്ലാ കാര്യാലയത്തിൽ മാധ്യമങ്ങളെ കാണും. ഉച്ചതിരിഞ്ഞ് 3-ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ചയാകും. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലും വിഷയം ചർച്ചയായിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും വിവാദങ്ങൾക്ക് ഇല്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പ്രതികരിച്ചു. അതേസമയം സമകാലിക വിഷയങ്ങളിൽ പ്രതികരണം നടത്തി സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയെയും രാഹുൽ വിമർശിച്ചിരുന്നു. PM ശ്രീ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ രൂക്ഷമായി പരിഹസിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. PM ശ്രീ പദ്ധതി വിശദീകരിക്കാൻ ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പരിഹാസം. പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്നും അയാൾ ശിവൻകുട്ടിയല്ലെന്നും ലക്ഷണമൊത്ത സംഖ്യക്കുട്ടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. നിയമത്തെ BJP MLA തോറ്റെന്ന് ആരാണ് പറഞ്ഞതെന്നും രാഹുൽ പരിഹസിച്ചു. ശ്രീ PM MLA സഖ്യക്കുട്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. നേരത്തെ പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു. ഇതുവരെ ശ്രീ വിജയൻ ആയിരുന്നുവെന്നും ഇനി മുതൽ വിജയൻ ശ്രീ എന്നായിരിക്കുമെന്നും ശ്രീ PM ശ്രീ സിന്ദാബാദ് എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പരിഹാസം. ഈ പ്രതികരണത്തിന് ശിവൻകുട്ടി മറുപടി നൽകിയിരുന്നു. സംഖ്യക്കുട്ടി എന്നാണ് മന്ത്രി മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിച്ചത്. എന്നാൽ യുവതികളെ ഗർഭഛിദ്രത്തിന് വിധേയരാക്കുകയും ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നുള്ള മാങ്കൂട്ടത്തിനെതിരായ പരാതി ഓർമ്മിപ്പിക്കും വിധമാണ് മന്ത്രി മറുപടി നൽകിയത്. ഒരു കൂട്ടത്തിന് എന്റെ പേരിലെ കുട്ടി എന്ന് കേട്ടപ്പോൾ ആണത്രേ ഹാലിളകിയത്, ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിന്റെയും വധഭീഷണി മുഴക്കുന്നതിന്റെയും ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ച് ഇന്നേവരെ പ്രതികരിക്കാൻ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള നിരവധി പേർ മാങ്കൂട്ടത്തിലെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായെന്ന് കണ്ടെത്തിയതായി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ചിട്ടുണ്ട്. നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം 55 ദിവസത്തിലധികം പൂർത്തിയായിട്ടും പരാതിക്കാരിയെ കിട്ടിയിട്ടില്ല. ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണമുന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതി പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല. പരാതി വാങ്ങിയെടുക്കാൻ 3 വട്ടം IPS ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ലഭിച്ച 10 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും. 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുമായിരുന്നു FIR. മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവുകൾ നൽകുവാൻ ഈ പരാതിക്കാർക്ക് ആയിട്ടുമില്ല. രാഹുലിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ അടക്കം പോലീസ് ശ്രമം നടത്തിയിരുന്നതായി സൂചനകൾ പുറത്തുവന്നതാണ്. മണ്ഡലത്തിൽ വെച്ചു തന്നെ അറസ്റ്റ് ചെയ്യുവാനും നീക്കം നടന്നുവെങ്കിലും അതൊക്കെ പൊളിഞ്ഞു പാളീസായി. ഇതിനായി CPMന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തി NSSന്റെയും SNDPയുടെയും ഒക്കെ നല്ല പുസ്തകത്തിൽ കയറിപ്പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം. ഉണ്ണികൃഷ്ണൻ പൂറ്റി അറസ്റ്റിലാവുകയും 2019 ദേവസ്വം ബോർഡ് പ്രതിയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കുവാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കുവാനുമൊക്കെ മറ്റൊരു വിവാദം അത്യാവശ്യമാണ്. അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യത രാഹുലിലൂടെ തേടുകയായിരുന്നു സർക്കാർ. പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പൊതുപരിപാടികളൊക്കെ സജീവമായിരുന്നു.
കൊടുന്തിരിപ്പള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടം രാഹുൽ മാങ്കുടത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അംഗനവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കുടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രതിഷേധിച്ചിരുന്നില്ല. ഇതിനിടെ അനിവാര്യമായതുകൊണ്ടാണ് യുവനേതാവ് രാഹുൽ മാങ്കുടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഏറെ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു രാഹുലെന്നും എന്നാൽ അദ്ദേഹത്തിനെതിരായി വന്ന കാര്യങ്ങൾ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. രാഹുൽ മാങ്കുടത്തിനെതിരെ ആദ്യം ആരോപണങ്ങൾ വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. എന്നാൽ പിന്നീട് തുടർച്ചയായി തെളിവുകൾ വന്നപ്പോഴാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. രാഹുലിനെതിരെ കേസെടുത്തിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസിന് ഒരു ധാർമ്മിക മൂല്യമുണ്ട്. ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സമാന ആരോപണം CPM-ൽ മുകേഷ് MLA-ക്കെതിരെ ഉണ്ടായപ്പോൾ അവർ നടപടിയെടുക്കാത്തത് ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CPM-നേക്കാൾ അധികം ചില ധാർമ്മിക മൂല്യങ്ങൾ ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുലിനെതിരെ നടപടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് പ്രശ്നമാകുമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. റീൽസ് രാഷ്ട്രീയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും എന്നാൽ അത് മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാൻ ആകരുതെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റീൽസ് രാഷ്ട്രീയം ഏറെ ചർച്ചയായ സാഹചര്യത്തിലായിരുന്നു ചെന്നിത്തല ഈ നിലപാട് വ്യക്തമാക്കിയത്. കൂടാതെ നിലമ്പൂരിലെ UDF-ന്റെ വിജയം കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിഷേധങ്ങളിലൊക്കെ ഇല്ലാതെ ഈ രാഹുൽ മാങ്കുടത്തിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുവാൻ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. കൊടുന്തിരിപ്പള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടം രാഹുൽ മാങ്കുടത്തിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ പിരിയാരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ രാഹുൽ മാങ്കുടത്തിലെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു. ലൈംഗികാരോപണം ഉയർന്നതിനു ശേഷം മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷമുള്ള രാഹുലിന്റെ ആദ്യത്തെ പൊതുപരിപാടിയായിരുന്നു പിരിയാരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനം. എന്നാൽ ഇനിയങ്ങോട്ട് പ്രതിഷേധങ്ങളൊക്കെ തടുക്കാൻ തന്നെയാണ് സാധ്യത. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് പുതിയ രാഷ്ട്രീയ നീക്കം നടന്നത്. രാഹുലിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചിരുന്നു. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി, ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 പേരുടെ പരാതികളായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. BNS 78, 351, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളായാണ് രാഹുലിനെതിരെ FIR-ൽ ചുമത്തിയിട്ടുള്ളത്. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീകൾ നേരിട്ട് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല.